ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, റീനീറ്റിലേക്ക് നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ ടി എയിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് അപ്ഡേറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് എൻ ടി എ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ട്വിറ്ററിലും ഒക്കെ ആയിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ വളരെ സ്ട്രിക്റ്റ് മെഷേഴ്സ് ആണ് ഇനിയും പേപ്പർ ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ എടുക്കുന്നത്. ആൻഡ് ഈ റീനീറ്റ് പേപ്പറും ലീക്ക് ആവും എന്നൊക്കെ ക്ലെയിം ചെയ്തുകൊണ്ട് ഒരുപാട് ടെലിഗ്രാം പേജസും വാട്സപ്പ് ചാനലുകളും ഗ്രൂപ്പുകളും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഫേക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എൻ ടി അതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ റേസ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കംപ്ലൈന്റ് റേസ് ചെയ്യുക. ആൻഡ് എൻ ടി എയുടെ വെബ്സൈറ്റ് ഹാക്കായി എന്നൊക്കെയുള്ള ന്യൂസുകളും ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് അവർ എല്ലാ രീതിയിലും, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളുകളെ സ്ട്രിക്റ്റ് ക്വാറന്റൈനിൽ വരെ ഇരുത്തിയിട്ടുള്ള രീതിയിലുള്ള മെഷേഴ്സ് ആണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് സച്ച് തിങ്സ് വിൽ നോട്ട് റിപ്പീറ്റ്. നമുക്ക് നല്ലൊരു എക്സാം ആയിരിക്കും എന്ന് വിചാരിക്കാം. ഒരു എറർ ഫ്രീ കണ്ടക്ഷൻ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ മറ്റൊരു അപ്ഡേറ്റ് എൻ ടി എൽ നമുക്ക് ലഭിച്ചത് ജൂൺ 7-ാം തീയതി ആയിരുന്നു. അതായത് നമ്മുടെ എക്സാം സിറ്റി ഇന്റിമേഷൻ, നിങ്ങൾ ഏത് സിറ്റിയിലാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നതെന്നുള്ള സിറ്റി ഇന്റിമേഷൻ അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് വെബ്സൈറ്റിൽ കയറി നോക്കാം ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് അല്ല, എക്സാം സിറ്റി ഏതാണെന്നുള്ളത്. അതായത് ഇപ്പം ദൂരത്തുള്ള സിറ്റിയിലേക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ പ്ലാൻ ആക്കാമല്ലോ. സോ അതാണ് എക്സാം സിറ്റി ഇന്റിമേഷൻ അവർ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ അത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഒരു സമയത്ത് വെബ്സൈറ്റിൽ ചെറിയ ഹാങ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരേ സമയത്ത് ഇത് നോക്കുന്നത് കൊണ്ട് വെബ്സൈറ്റ് എറർന്ന് കാണിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സിറ്റി ഏതാണെന്നുള്ളത് നോക്കാം, നിങ്ങളുടെ ട്രാവൽ ഒക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പിന്നെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് PWBD സ്റ്റുഡൻസിനുള്ളതാണ്. അതായത് സ്ക്രൈബ് ഫെസിലിറ്റി യൂസ് ചെയ്യാനുള്ള സ്റ്റുഡൻസിന് സ്ക്രൈബ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റി അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളൊരു PWD കാൻഡിഡേറ്റ് ആണെങ്കിൽ എൻ ടി യുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, സ്ക്രൈബ് ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ആ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ അതൊരു മറ്റൊരു അപ്ഡേറ്റ്. അതുകൂടാതെ അവർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ട്വിറ്ററിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് എക്സാമിൽ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഉണ്ടാക്കാനിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും ഞങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ആലോചിച്ച് ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഫോക്കസ് ഓൺ യുവർ പ്രിപ്പറേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ അഗെയിൻ ഐ എം സെയിങ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ഒരുപാട് കുട്ടികൾ കാണിച്ചൊരു കൺസേൺ ആയിരുന്നു, അതായത് ഈ എക്സാം ടഫ് ആയിരിക്കുമോ. കാരണം ഇവിടെ നമ്മുടെ സൈലമിയൻസ് ഒക്കെ ഒരുപാട് മക്കൾ രാത്രി വരെയൊക്കെ ഇരുന്ന് ക്യാമ്പസിലിരുന്നും അല്ലാണ്ടൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അവരൊക്കെ ഓരോ മോക്ക് എക്സാം കഴിയുമ്പോഴും ഭയങ്കര ഡിസ്ഹാർട്ടൻഡ് ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്, മിസ്സേ ഞാൻ ഓൾറെഡി നന്നായി സ്കോർ ചെയ്തു കഴിഞ്ഞ നീറ്റിൽ, അപ്പൊ ഈ വരുന്ന റീനീറ്റിന് ടഫ് ആവുമോ, ടഫ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ഇത്ര പോലും കിട്ടിയില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും. പാരൻസും ഒക്കെ ആ ഒരു കൺസേൺ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിലേക്ക് പറയാനുള്ളത്, ഓൾറെഡി നമ്മുടെ മക്കൾ പഠിച്ച് നല്ലൊരു സ്കോർ വാങ്ങിച്ചു. അപ്പം ഐ ഡോണ്ട് തിങ്ക് NTA വിൽ മേക്ക് അനദർ ബ്ലണ്ടർ ഓർ മേക്കിംഗ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനു മുമ്പും റീനീറ്റ് നടന്നിരുന്ന വർഷങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ 1 വർഷം 2 റീനീറ്റ് നടന്ന വർഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും റീനീറ്റിലും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ 1-2 ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടുണ്ടാകും. അല്ലാണ്ട് ഒരു ഭയങ്കര കംപ്ലീറ്റ്ലി മാറ്റമുള്ള ഒരു പേപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഓൾറെഡി വന്ന പേപ്പറിനേക്കാളും ഭയങ്കരമായി കൂടുതലായിട്ടുള്ള ഭയങ്കര ടഫായിട്ടുള്ള ഒരു പേപ്പറോ ആയിരിക്കില്ല. കാരണം ഓൾറെഡി കുട്ടികൾ നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആണ്. അത് NTA മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിന് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, എല്ലാവരും നല്ല പ്രഷറിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടഫ് എക്സാം. നമുക്ക് 1-2 ഓപ്ഷൻസ് ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട പോലെ, അല്ലെങ്കിൽ ഒരു സിമിലർ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മക്കൾ നല്ലപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. ആൻഡ് ഒരുപാട് ടഫ് ഒന്നും ആയിരിക്കില്ല, അങ്ങനെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒന്നും ഇനി നടക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. സോ ഇതൊന്നും വന്ന് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ പ്രിപ്പറേഷൻ. നമ്മൾ എല്ലാ മോക്ക് ടെസ്റ്റും എഴുതിയപ്പോൾ നമ്മുടെ സ്കോർ ഇങ്ങനെ വലിയ സ്കോർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഫൈനൽ എക്സാമിൽ നമുക്ക് നല്ല സ്കോർ വന്നു. അപ്പൊ ഇനി നമ്മൾ എന്താ ആലോചിക്കേണ്ടത്, ഈ കഴിഞ്ഞ നീറ്റ് നമ്മൾ അതുപോലെ എഴുതിയ ഒരു മോക്ക് എക്സാം ആയിരുന്നു, ഇനി വരുന്ന റീനീറ്റ് ആണ് നമ്മുടെ ആക്ച്വൽ എക്സാം. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കോറിന് ഇംപ്രൂവ് ചെയ്യേ ഉള്ളൂ. നമുക്ക് ഓൾറെഡി കിട്ടിയ സ്കോറിൽ നിന്നും ഒന്നും കൂടി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമാണിത്. അതെല്ലാവരും നല്ലപോലെ യൂസ് ചെയ്യുക. പിന്നെ സൈലമീൻസിനായിട്ടൊക്കെ നമ്മുടെ മാരത്തോൺ ലൈവുകളും ഒക്കെ നടക്കുന്നുണ്ട്, ഡെയിലി ലൈവ് ഉണ്ട്. എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ റിവൈസ് ചെയ്യുക. നോ വരീസ്. അപ്പം വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് അറിയിക്കുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്.